നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂല സാഹചര്യവും തുടർന്നുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബേപ്പൂരിൽ 82,000 വോട്ടിന് മുകളിൽ നേടി LDF വിജയിക്കും. അൻവർ നടത്തുന്ന വ്യക്തിഹത്യയ്ക്ക് മറുപടി ജനങ്ങൾ നൽകുമെന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവശേഷിക്കെ നമ്മളോടൊപ്പമുള്ള മന്ത്രി മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ UDFന് അനുകൂലമായിട്ടാണ് വരുന്നത്. ഇത്തവണ എന്തായിരിക്കും സാഹചര്യം? അല്ല, എക്സിറ്റ് പോളൊക്കെ നമുക്ക് നാളെ കാണാമല്ലോ. ഇപ്പോൾ അതിൻ്റെ ഒപ്പം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ കാണാം. LDFന് അനുകൂലമാണ് സാഹചര്യം. LDFന് നേതൃത്വത്തിലുള്ള ഭരണം തുടരും. നല്ല മുന്നേറ്റം കേരളത്തിൽ LDF ഉണ്ടാവും. 75 സീറ്റുകളാണ് ഇപ്പോൾ LDF തന്നെ പറയുന്നത്. 75ഓളം സീറ്റുകൾ കിട്ടും. അതിന് മേലേക്ക് പ്രതീക്ഷയുണ്ടോ? അല്ല, LDF എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഗോവിന്ദമാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായി താഴെ വന്ന കണക്ക് വെച്ച് ചർച്ച ചെയ്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് 75 അല്ലല്ലോ. LDFനൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ മാധ്യമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി 75 കിട്ടും, 76 കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ താഴെത്തട്ടിൽ നിന്നും ഞങ്ങളുടെ സഖാക്കൾ തന്ന കണക്കിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ നിന്നും പിന്നെ പിറകോട്ട് പോകാൻ എക്സിറ്റ് പോൾ വന്നുകൊണ്ടൊന്നും പോകേണ്ട അവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾക്ക് താഴത്ത് വന്നിട്ടുള്ള ജനങ്ങളിൽ നിന്നും കണക്ക് എടുത്ത് നമ്മുടെ സഖാക്കൾ നൽകിയിട്ടുള്ള കണക്കാണ് ഏറ്റവും വലിയ എക്സിറ്റ് പോൾ. ബേപ്പൂരിൽ ഇത്തവണ എത്ര ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബേപ്പൂരിലെ ഭൂരിപക്ഷം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2021 സർവകാല റെക്കോർഡ് വോട്ട് 82,000 ലഭിച്ചു. 2026 82,000-ത്തേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങി LDF വിജയിക്കും. നിരന്തരമായി ഈ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ ആയാലും അൻവറിന്റെ പ്രസ് മീറ്റിലായാലും വലിയ രീതിയിലുള്ള വ്യക്തിഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഒരു മറുപടി കൊടുക്കണ്ടേ? അല്ല, അങ്ങനെ വ്യക്തിഹത്യക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ 24 മണിക്കൂറിൽ അതിന് വേറെ സമയം എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് വിടുക. ജനങ്ങൾ അതിനെങ്ങനെയാണ് കരുതുന്നതെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക. വ്യക്തിപരമായ അധിക്ഷേപം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ പെട്ടെന്ന് ചാടി അയ്യോ എനിക്കെതിരെ ഇങ്ങനെ അധിക്ഷേപം വന്നു പറഞ്ഞ് പ്രതികരിക്കും. പക്ഷെ എനിക്ക് അത് ജനങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെല്ലാത്തിലും പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൽ ആവശ്യമുള്ള ഏതെങ്കിലും കാര്യം വരുന്ന സമയത്ത് അപ്പോൾ പ്രതികരിക്കുക എന്നല്ലാതെ വ്യക്തി അധിക്ഷേപത്തിനെതിരെ അപ്പം തന്നെ ചാടി വീണ് വൈകാരികമായി അതേ അർത്ഥത്തിൽ മറുപടി പറയുന്ന രീതിയോട് യോജിപ്പില്ല. അതിന് രാഷ്ട്രീയ ബോധത്തോടു കൂടി കണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ വ്യക്തിപരമായ ഒരു ശത്രുത ആ നിലയിലല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെ പൊതുവെ കാണാൻ ആഗ്രഹിക്കുന്നു. UDF പറയുന്ന ന്യൂനപക്ഷ ഏകീകരണം നടന്നു, ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായിട്ട് വരും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇത്തവണ എന്തായാലും UDF ഭരണത്തിൽ വരും. മുഖ്യമന്ത്രി ചർച്ച ഉൾപ്പെടെ സജീവമാക്കിയൊരു സാഹചര്യമുണ്ട്. എന്താ പറയുക? അല്ല, അത് UDF അല്ലേ. UDF പിന്നെ അങ്ങനെയല്ലേ കഴിഞ്ഞ തവണയും പറഞ്ഞത്. അതിന് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ഏതായാലും ഉറച്ച വിജയ പ്രതീക്ഷയിലാണ്. ഒരു സംശയമില്ല, നല്ല വിജയം ഉണ്ടാവും. താങ്ക് യു. ഏതായാലും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ നിതീഷിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.